യേശുവിൽ സ്നേഹമുള്ളവരെ, വലിയ പ്രതീക്ഷയോടെ സന്തോഷത്തോടു കൂടിയാണ് അവൻ സ്വന്തം നാട്ടിലേക്ക് കടന്നു വന്നത്. തൻ്റെ പ്രിയപ്പെട്ടവർ, താൻ സ്നേഹിച്ചവർ, തന്നെ സ്നേഹിക്കുന്നുവെന്ന് താൻ കരുതിയവർ ഇരുകരവും നീട്ടി തന്നെ സ്വീകരിക്കും എന്നായിരുന്നു അവൻ്റെ പ്രതീക്ഷ. എന്നാൽ ആ പ്രതീക്ഷകൾ മുഴുവനും തെറ്റിപ്പോയി. സ്വന്തം നാട്ടുകാരും വീട്ടുകാരും അവനെ അത്രയേറെ അവഗണിച്ചു. കാരണം 30 വർഷക്കാലം അവൻ അവരോടൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ നന്മയെ ഉൾക്കൊള്ളാൻ, സ്വീകരിക്കുവാൻ, മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. തങ്ങളിൽ ഒരുവനായിട്ട് മാത്രമാണ് അവർ അവനെ കണ്ടത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു സ്വന്തം നാട്ടുകാരെ കുറിച്ച് പറയുന്നത് ഇപ്രകാരം: അവിടെ അവന് അധികം അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടും അതുകൊണ്ട് ഒരു കാര്യവുമില്ല, ഒരു വിലയുമില്ല എന്നവൻ മനസ്സിലാക്കി. അതുകൊണ്ട് കർത്താവ് അപ്രകാരം പറയുന്നത്. വിശുദ്ധ നാട് സന്ദർശിക്കുമ്പോൾ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കാണാൻ പറ്റും. ഈ സ്വന്തം നാട്ടിൽ നിന്ന് കർത്താവ് പോകുന്നത് കഫർനാമിലേക്കാണ്. അതൊരു വിജാതീയരുടെ പട്ടണം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ കർത്താവ് സ്വന്തം നാട്ടിൽ തിരസ്കരിക്കപ്പെട്ടപ്പോൾ ചെന്ന് കയറിയ കഫർനാം ഇരുകരം നീട്ടിയ കർത്താവിനെ സ്വീകരിച്ചത്. അതിൻ്റെ പ്രധാന കവാടത്തിങ്കൽ ഇന്ന് എഴുതി വെച്ചിരിക്കുന്ന ടൈറ്റിൽ എന്താ? ദ ടൗൺ ഓഫ് ജീസസ്, കർത്താവിൻ്റെ, യേശുവിൻ്റെ പട്ടണം എന്ന പേരിൽ. നസ്രത്താണ് യേശുവിൻ്റെ പട്ടണം. ആ ജനം തിരസ്കരിക്കപ്പെട്ടപ്പോൾ അവിടെ കാര്യമായിട്ടൊന്നും നാം കാണൂല. യേശു ജനിച്ചു വളർന്ന ആ സ്ഥലത്തുള്ള ഒരു വലിയ പള്ളിയല്ലാതെ മറ്റൊന്നും നസ്രത്തിൽ കാണാനില്ല. എന്നാൽ കഫർനാമിലാകട്ടെ വിജാതികരുടെ ഇടമായിരുന്നു. എന്നാൽ അവർ അവനെ സ്വീകരിച്ചപ്പോൾ ആ വിജാതിയരുടെ പട്ടണം കഫർനാം, ദ ടൗൺ ഓഫ് ജീസസ് ആയിട്ട് മാറി. അവൻ പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങളെല്ലാം ഇവിടെയായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ചോദ്യം നമ്മോട്: സ്വന്തം ജനമെന്ന് കരുതിയവർ അവനെ തിരസ്കരിച്ചു. കർത്താവ് വീണ്ടും നമ്മോട് ചോദിക്കുക: നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ എന്ന് ചിന്തയോടുകൂടെ ഓരോ ബലിയിലും നിങ്ങളോടൊപ്പമായിരിക്കാൻ, നിങ്ങളുടെ ഉള്ളിലായിരിക്കാൻ ഞാൻ കടന്നു വരുമ്പോഴും എന്തു മനോഭാവത്തോടു കൂടെയാണ് നിങ്ങൾ ആയിരിക്കുന്നത്? അൽത്താര ബലിയിലെ ഒരിത്തിരി സമയം നീണ്ടുപോയാൽ മുറുമുറുപ്പുള്ള മനുഷ്യരാണ് നിങ്ങളെങ്കിൽ, കുർബാനയ്ക്ക് കടന്നു വരുമ്പോൾ കഴിയട്ടെ, കുറച്ചും കൂടി ആകട്ടെ എന്നുള്ള ഒരു നിസ്സംഗ മനോഭാവത്തോടെയാണ് നാം കടന്നു വരുന്നതെങ്കിൽ, ഒരു കടമ എന്നുള്ള രീതിയിൽ ഞായറാഴ്ച ആചരണത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വരുന്നവരാണ് നിങ്ങളെങ്കിൽ, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ബാക്കി വല്ലതും മിച്ചമുണ്ടെങ്കിൽ അത് കർത്താവിന് കൊടുക്കാം എന്ന മനോഭാവത്തോടെയാണ് കടന്നു വന്നിരിക്കുന്നതെങ്കിൽ, ആ നാട്ടുകാർ ചെയ്ത അതേ തിരസ്കരണം നിങ്ങൾ ഇന്നും ആവർത്തിക്കുക. അവന് ഇവിടെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതെ പോകും. അതുകൊണ്ട് നാം ഏതു പക്ഷത്ത് നിൽക്കുന്നു? അവൻ ജനിച്ചു വളർന്ന നസ്രത്ത് എന്ന സ്വന്തം ദേശത്തെ ജനങ്ങളുടെ പക്ഷത്തോ, വിജാതീയരെന്ന് അവഗണിക്കപ്പെട്ടവർ ഇരുകരങ്ങളും നീട്ടി സ്വന്തമാക്കിയ ദ ടൗൺ ഓഫ് ജീസസ് ആ പട്ടണത്തിലെ ജനങ്ങളുടെ ഒപ്പമോ? തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്.